ഇന്നലെ നമ്മൾ ഈ 2 അക്വേറിയങ്ങളുടെയും ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ 2 അക്വേറിയങ്ങളിലും കിടക്കുന്ന ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ബ്രീഡായി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പിടിച്ചു മാറ്റേണ്ടതായിരുന്നു. കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കുറയാനൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും നമ്മൾ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മുടെ ട്രേകളൊക്കെ ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. എങ്കിലും 2 ട്രേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാവ ഫേണുകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ട്രേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ട്രേ മാറ്റി വെച്ചിട്ടുണ്ട്. ടെമ്പററി ആയിട്ട് നമുക്ക് ആ ഒരു ട്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ടോട്ടൽ ഒരു 5 എണ്ണത്തിനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും കിട്ടുന്നതിനെ നമുക്ക് പിടിച്ചു മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ട്രേ ആണ് യൂസ് ചെയ്തത്. അത്യാവശ്യം സൈസ് ആകുന്നത് വരെ, അതായത് അഡൾട്ട് സൈസിൻ്റെ ഒരു പകുതി സൈസൊക്കെ ആകുന്നത് വരെ നമ്മൾ ഈസി ആയിട്ട് ആ ഒരു ട്രേയിലിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളൊന്നും ഡെഡായി പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും നമുക്ക് ജീവനോടെ തന്നെ വലിയ സൈസിലേക്ക് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് കുറച്ച് ചടങ്ങായിട്ടുള്ളൊരു പണിയായതുകൊണ്ട്, കാരണം ഈ വലയും കാര്യങ്ങളും ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചതിന് ശേഷമുള്ള സീൻ കാണിക്കാം. അതായത് ഞാനിവിടെ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് 5 കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെടികളുടെ ഇടയിൽ അങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയതിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ പരമാവധി ക്ലോസപ്പ് ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കാം. 5ഉം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന ടബ്ബാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേ വെക്കാനായിട്ട് താൽക്കാലികമായിട്ടൊരു സ്പേസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് വെള്ളം നിറച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ട് എനിക്ക് ജസ്റ്റ് ഒരു നെറ്റ് വെച്ച് മൂടാമെന്നാണ് വിചാരിക്കുന്നത്. ടെമ്പററി ആയിട്ടാണ് അവിടെ വെക്കുന്നത്. പിന്നീട് കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് ഈ ഒരു ട്രേ മാറ്റാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പിടിച്ച് തീരെ ചെറുതാണ്. അതായത് അവർ ബ്രീഡായി ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് നാൾ അവരെ ആ ഒരു അക്വേറിയത്തിൽ തന്നെ വളരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് കുറച്ച് വലിയ പീസുകളെയാണ്. കാരണം നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ തിന്നുന്നുണ്ടായിരുന്നു, വന്നിട്ട് അങ്ങനെ തിന്ന് വലിപ്പം വെച്ചതാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട കൗണ്ടൊന്നും കളക്ട് ചെയ്യാനായിട്ട് വന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ആദ്യം നമ്മൾ ഒരു 10 കുഞ്ഞിന് മേലെയൊക്കെ നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ കളക്ട് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 6 or 7 കുഞ്ഞുങ്ങളെ മാത്രമാണ്. പിന്നെ നമ്മൾ വളർത്താനായിട്ട് എന്തുകൊണ്ടാണ് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കളർ തന്നെയാണ്. നമ്മൾ വാങ്ങാനായിട്ട് പോയ സമയത്ത് പല വെറൈറ്റിയിലുള്ള ഗപ്പികൾ കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള പല വെറൈറ്റികളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെയാണ്. ഇപ്പോൾ നിങ്ങൾ അക്വേറിയം ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പികളെ കിട്ടുക സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് കുറേ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇവരുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് റെഡാണ്. അത് തന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആൽബിനോ ആയതുകൊണ്ട് തന്നെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കണ്ണ് റെഡാണ്. ഇതിൽ മെയിലിൻ്റെ കളറാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഫുൾ ബോഡി റെഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്, അതിനകത്ത് അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളിപ്പോൾ 6 അല്ലെങ്കിൽ ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 10 പീസിനൊക്കെ ഒരുമിച്ച് ഇടുകയാണ്, മെയിലും ഫീമെയിലും കൂടി മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് അക്വേറിയങ്ങളിൽ ചെടികളുടെ ആ ഒരു ഗ്രീൻ കളറും പിന്നെ ഈ ഗപ്പികളുടെ ആ ഒരു റെഡ് കളറും കൂടിയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കളറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ചൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെറൈറ്റിയിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മാക്സിമം അതിൻ്റെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെറൈറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി പിന്നീട് നമുക്ക് വേറെ വെറൈറ്റികൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെറിയ സൈസിൽ നിന്ന് അഡൾട്ട് സൈസിൻ്റെ ഒരു ഹാഫ് സൈസൊക്കെ ആവണ വരെയാണ് നമ്മൾ ഈ ഒരു ട്രേകളിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്തത്. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു മിനി ഔട്ട്ഡോർ ടാങ്കിലേക്ക് നമ്മൾ മാറ്റും, നമ്മുടെ ബാക്കിയുള്ള അഡൾട്ട് പീസുകളൊക്കെ കിടക്കുന്ന ആ ഒരു ചെറിയ ടാങ്കിലേക്ക്. അപ്പോൾ എന്തായാലും ഈ 5 കുഞ്ഞുങ്ങളെയും നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ആ ആൽഗെ അടിച്ച് കിടക്കുന്ന ആ ഒരു ചെറിയ ടാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടാങ്ക് തന്നെയാണ് നമ്മുടെ ഗപ്പികൾ കിടക്കുന്ന ഒരു ടാങ്ക്. ആ ടാങ്കിൽ ആൽഗെ വാട്ടറാണ്. അതിനകത്ത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അവരുടെ കളറൊക്കെ നല്ല രീതിയിൽ പ്രിസർവായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനകത്ത് കിടക്കുന്ന ഒരു മീനുകളും ഇതുവരെ ഡെഡായി പോയിട്ടില്ല. പ്ലാറ്റികളാണെങ്കിലും ശരി, ഗപ്പികളാണെങ്കിലും കൂലി ലോച്ചുകളാണെങ്കിലും എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ചെറിയ ടാങ്കിൽ കിടക്കുന്നുണ്ട്. ടാങ്ക് സൺഷെയ്ഡിൻ്റെ നേരെ താഴെയാണ്. അതുകൊണ്ട് ഡയറക്റ്റ് മഴവെള്ളവും കാര്യങ്ങളൊന്നും വീഴുന്നില്ല. അതുകൊണ്ട് വെള്ളം നല്ല കണ്ടീഷനായിട്ട് കിടക്കുന്നുണ്ട് ഫുൾ ടൈമും. താൽക്കാലികമായിട്ട് ഈ ഒരു ട്രേ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ടബ്ബുകളുടെ നേരെ പുറകിലായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലൈറ്റ് വരുന്നുണ്ട്. കാരണം കുറച്ച് ലൈറ്റ് അടിക്കുന്നത് നല്ലതാണ് വെള്ളത്തിനകത്ത് ആൽഗെ കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് വരാനായിട്ട്. അതേസമയം ഈ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് ചെറുതായിട്ട് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരും. സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും. കുറച്ച് ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്.
മോർണിംഗ് ടൈമിലാണ് ഈ ഒരു ഏരിയയിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത്. അത് കുറച്ച് നേരത്തേക്കാണ് ഉണ്ടാകുന്നത്. പിന്നെ സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് നോർമൽ ലൈറ്റാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ റെഡ് ക്ലോക്ക് ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ട്രേകളാണ്. ഈ ട്രേകളായിരുന്നു മുമ്പ് നമ്മൾ ഗപ്പികൾ ഇടാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഞാനതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ ട്രേകളെല്ലാം ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെടികളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ട്രേകളാണ് ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇത് ഫ്രഷ് ട്രേ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൽഗെ കാര്യങ്ങളൊന്നും അങ്ങനെ ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗപ്പികളൊക്കെ കുഴപ്പമില്ലാതെ തന്നെ ഇരുന്നോളും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം ഒന്ന് കണ്ടീഷനായിട്ട് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആക്കാനായിട്ട് അക്വേറിയത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മീനുകൾ ഫുള്ളായിട്ട് തന്നെ അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.